ആവേശം അലതല്ലിയ ജനസാഗരത്തിന്റെ അകമ്പടിയോടെ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കെട്ടിവെക്കാനുള്ള പണം നൽകിയത് തൊഴിലാളികളും വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് നുണയുടെ പിന്തിരിപ്പൻ രാഷ്ട്രീയം പറയാനില്ല. ജനം ആവശ്യപ്പെടുന്നത് മാറ്റം മാത്രമാണ്. രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു. കുടപ്പനക്കുന്ന് കളക്ടറേറ്റിൽ എത്തിയ രാജീവ് ചന്ദ്രശേഖർ വരണാധികാരി ജയറോമി ജോർജിന് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, BJP അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ MB അബ്ദുള്ളക്കുട്ടി, മുൻ അംബാസഡർ TP ശ്രീനിവാസൻ, BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ്, ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ളവർ സ്വരൂപിച്ച് നൽകിയ തുകയാണ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനായി നൽകിയത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനൊപ്പം തുറന്ന വാഹനത്തിൽ ആയിരങ്ങളുടെ സ്നേഹ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് കളക്ടറേറ്റിലെത്തിയത്. നുണയുടെ പിന്തിരിപ്പൻ രാഷ്ട്രീയം പറയുകയല്ല ലക്ഷ്യമെന്നും പുരോഗതിയുടെയും വികസനത്തിന്റെയും രാഷ്ട്രീയമാണ് തന്റെ പക്ഷമെന്നും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഓർമ്മിപ്പിച്ചു. തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമാണ്. പത്രിക സമർപ്പിച്ചതോടെ അവസാനഘട്ട പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്റെ ഇതുവരെയുള്ള പര്യടനത്തിനുടനീളം ഞാൻ മനസ്സിലാക്കിയത് ജനങ്ങൾക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്നാണ്. മാറ്റം വേണമെന്നാണ് ജനമനസ്സ് പറയുന്നത്. കഴിഞ്ഞ 15 വർഷം ഈ ലോക്സഭാ മണ്ഡലത്തിൽ കാര്യമായി ഒന്നും നടന്നിട്ടില്ല എന്ന് യാഥാർത്ഥ്യമാണ്. ജനമാണ് അതിന്റെ കാരണത്തെക്കുറിച്ച് പറയേണ്ടതും പ്രതികരിക്കേണ്ടതും. കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിൽ വന്ന പുരോഗതിയും വികസനവും ഭാവി കാഴ്ചപ്പാടുമാണ് ഞാൻ ഉയർത്തിക്കാട്ടുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 15 വർഷം ഇവിടെ നടക്കാത്തത് അടുത്ത 5 വർഷം കൊണ്ട് ചെയ്തു കാണിക്കാൻ എനിക്ക് കഴിയുമെന്ന ഉറപ്പുണ്ട്. തിരുവനന്തപുരത്തെ സമഗ്രവാസത്തിനുള്ള മാനിഫെസ്റ്റോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 14 അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും വികസനങ്ങളുമായിരിക്കും MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ ഇവിടെ നടപ്പിലാക്കുക. അതുവെച്ച് എന്റെ പ്രവർത്തനം വിലയിരുത്താം. ഇനി ഇവിടെ കാര്യങ്ങൾ നടക്കുമെന്ന് 100% ഉറപ്പിക്കാമെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു.